ഹലോ, ഇന്ന് നമ്മുടെ ഡെയിലി ലോഗിങ് സീരീസിലെ 5ാമത്തെ ദിവസമാണ്. എന്നത്തെയും പോലെ തന്നെ ഓടിപ്പടഞ്ഞ് രാവിലെ തന്നെ കിച്ചണിൽ കയറിയിട്ടുണ്ട്. ഇന്ന് പട്ടുൻ്റെ ലഞ്ച് ബോക്സിലാക്കാൻ പോകുന്നത് ലെമൺ റൈസും അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പൊട്ടറ്റോ ഫ്രൈ ആണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചുണ്ടുവിനെ സ്നാക്ക് ബോക്സിലാക്കാനായിട്ട് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ പട്ടുൻ്റെ സ്നാക്ക് ബോക്സിൽ കുറച്ച് വീട്ടിലുണ്ടായിരുന്ന കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തു. ഇവർക്ക് എന്ത് വെച്ച് കൊടുക്കുന്ന തലേദിവസം ആലോചിച്ച് വെക്കലാണ് കേട്ടോ ഏറ്റവും വലിയ പണി. സാധാരണ പട്ട് പോകുന്നതിനേക്കാൾ മുമ്പേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ ആക്കി വെക്കാറുണ്ട്. ഇന്ന് എനിക്ക് തീരെ സമയം കിട്ടിയില്ല. അതുകൊണ്ട് പട്ട് പോയി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. ആദ്യം അവളെ പാക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ട് സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു. അപ്പോഴേക്കും നമ്മുടെ താരമായിട്ടുള്ള കൃഷ്ണേട്ടൻ വന്നു. കൃഷ്ണേട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും ഭയങ്കര സിമ്പിളാണ്. എന്ന് പറയുമ്പോഴേക്കും എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്ത് പൊടിയാക്കി തരും കേട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കിച്ചടി അല്ലെങ്കിൽ ഉപ്മാവ്, ഇത് രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്നൊരു സംഭവമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിക്കാനായിട്ട്. അതിൻ്റെ കൂടെ അവൾക്ക് വെച്ച കുറച്ച് ലെമൺ റൈസും കുറച്ച് ആപ്പിളും ബാക്കിയുണ്ടായിരുന്നു, അതും കഴിച്ചു. പിന്നെ ചുണ്ടുവിനെ റെഡിയാക്കി. ചുണ്ടു നല്ല ഉഷാറായിരുന്നു, അതുകൊണ്ട് അവളും ഹാപ്പി, ഞാനും ഹാപ്പി. സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് എടുക്കാൻ പോകുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. എടുക്കാൻ പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, കാരണം തിരിച്ചു വരുമ്പോൾ ഷോപ്പിംഗ് ചെയ്യാമല്ലോ. ഇന്നിവിടെ ഭയങ്കര വെയിലായിരുന്നു. മഴയ്ക്ക് ശേഷം ഇത്രയും ചൂടുള്ള വെയിൽ ഇപ്പോഴാണ്. എവിടെ പോവാ രണ്ടുപേരും? പാർക്കിക്കും സ്കൂളിക്കോ? ഏത് സ്കൂളിലാണ് പഠിക്കണേ? ഏത് സ്കൂൾ? വിച്ച് സ്കൂൾ? BS മുത്താവാ? ഓ നൈസ്. ബൈ ബൈ, പോയി വാ. എന്നത്തെയും പോലെ സ്കൂളിൽ നിന്ന് നേരെ ലഡ്ഡുൻ്റെ വീട്ടിൽ പോയി കുറച്ച് നേരം ഒരു ഹാഫ് ആൻ അവർ അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ പോയി. വീട്ടിൽ പോയപ്പോൾ തൊട്ടടുത്ത് നമ്മുടെ വീടിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ടൊരു അമ്പലമുണ്ട്, ഒരു കോവിലുണ്ട്. അവിടെ കുറച്ച് ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പ്രസാദമായിട്ടും സാമ്പാർ സാദവും അതുപോലെ തന്നെ ചക്കര പൊങ്കൽ, നല്ല മധുരമുള്ള പൊങ്കൽ, നമ്മുടെ നാട്ടിലെ പായസം ശർക്കരയൊക്കെ ഇട്ടിട്ടുള്ള പായസമില്ലേ, അതേ ഒരു ടേസ്റ്റൊക്കെ തന്നെയാണ് കേട്ടോ. അത് കിട്ടിയായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ലഞ്ചായിട്ട് കഴിച്ചത്. നല്ല ടേസ്റ്റാണ് കേട്ടോ, അമ്പലത്തിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അത് കഴിച്ചു. പിന്നെ ഈവനിങ് ആയപ്പം ഞാനും ചുണ്ടും കൂടിയിട്ട് പട്ടുവിന് ട്യൂഷനൊക്കെ വിട്ടിട്ട് ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങി. ഇന്ന് ഞങ്ങൾ നടന്നിട്ടാണ് കേട്ടോ തൊട്ടടുത്തുള്ള പാർക്കിൽ പോകുന്നത്. ഇവിടെ നിന്ന് കുറച്ച് ഒരു 1/2 കിലോമീറ്റർ ഉണ്ടാവും, അത്ര തന്നെയുള്ളൂ. നടന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു പാർക്കുണ്ട്, നല്ലൊരു കുട്ടി പാർക്കുണ്ട്. കുട്ടി പാർക്കുള്ള പോലെ പറഞ്ഞ പോലെ തന്നെ കുട്ടി പാർക്കിൻ്റെ പേര് കിട്ടു പാർക്ക് എന്നാണ് കേട്ടോ. ഈ പാർക്കിലെ കുട്ടികളുടെ പ്ലേ ഏരിയ വളരെ ചെറുതാണ്, ഒരു ഊഞ്ഞാലും ഒരു സ്ലൈഡൊക്കെ തന്നെയുള്ളൂ. പക്ഷേ എനിക്ക് ഈ പാർക്കിൽ വരാനായിട്ട് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഈ പാർക്കിൻ്റെ നടുവിലായിട്ട് ഇതുപോലെ ഒരു വലിയ ലേക്ക് ഉണ്ട് കേട്ടോ. ഇപ്പോൾ മഴയൊക്കെ പെയ്ത് പോയ കാരണം ലേക്ക് ഫുള്ള് വെള്ളമാണ്, നിറഞ്ഞിട്ടാണ് കിടക്കണത് കേട്ടോ. മഴയുള്ള സമയത്ത് ഈ പാർക്ക് അങ്ങനെ തുറക്കാറില്ല, വെള്ളം കെട്ടി കിടക്കണ കാരണം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ചുണ്ടുവിന് നല്ല ഇഷ്ടമാണ്. ഇവിടെ നിറയെ മീനുകളാണേ. ഇതിലേക്ക് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, നിറച്ച് മീനും അതുപോലെ നിറയെ താറാവും അരയനും, അങ്ങനെ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഈ ഒരു നേരമായി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ആളുകൾ ഇതുപോലെ നടക്കാനായിട്ട് വരാറുണ്ട്. ഞങ്ങളും 1-2 റൗണ്ട് അതിന് ചുറ്റും നടന്നിട്ട് തൊട്ടടുത്തുള്ള ഒരു കടയിൽ കയറി. ആ കട ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ആ ഒരു ഭാഗത്ത് കാണുന്നത്, അതുകൊണ്ട് കയറിയതാണ്. അവിടെ ഇങ്ങനെ സ്പെഷ്യലായിട്ട് പർപ്പിൾ കളർ ടീ ഒക്കെ കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. ശരി, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്. അപ്പോൾ കയറിയപ്പോൾ ഞങ്ങൾ ഒരു പ്ലേറ്റൊക്കെ ചെറിയ സമൂസ ഉണ്ടല്ലോ, അത് ഓർഡർ ചെയ്തു. അപ്പോൾ അത് ചുണ്ടിന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു പർപ്പിൾ ടീയും ഓർഡർ ചെയ്തു. വേറെ ഒന്നല്ല കേട്ടോ സംഭവം, നമ്മുടെ ശംഖുപുഷ്പമല്ലേ അത് ഇട്ടിട്ട് ഉണ്ടാക്കുന്നൊരു ടീ. അവിടെ പർപ്പിൾ കളർ മാത്രമല്ല ബ്ലൂ കളർ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കളേഴ്സിലുള്ള ചായ, അതാണ് അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, നോർമലിയുള്ള ഫ്രഞ്ച് ഫ്രൈസ്, റാപ്പ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ ചൂടുള്ള ഐറ്റംസ് ഒന്നും തീരെ ഇഷ്ടമില്ല കേട്ടോ. ഞാനത് നൈസായിട്ട് അവൾക്ക് കൊടുത്തിട്ട് അവളുടെ ഒറിയോ ഷേക്ക് ഞാൻ വാങ്ങി.
അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ കഴിച്ച് പോകുന്ന വഴിക്ക് ചുണ്ട് ഭയങ്കര ബഹളം, എനിക്ക് ഐസ്ക്രീം വാങ്ങി തന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വലിയ ഐസ്ക്രീം ഒന്നും വാങ്ങി തരില്ല, ഇവിടെ ചെറിയ, അതായത് 5 രൂപയുടെ ഐസ്ക്രീം വാങ്ങാൻ കിട്ടും കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ടും കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിൽ ഞാനിത് അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അത് 2 എണ്ണം വാങ്ങി ഞങ്ങൾ 2 പേരും കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.